കേരളത്തിലെ സാധാരണക്കാരുടെ യാത്രാമാർഗമായ സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് വരെ കാണാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ഇപ്പോൾ നടപ്പിലായതോടുകൂടി സ്വകാര്യ ബസ് മേഖല ആകെ തകർന്ന് തരിപ്പണമായ സ്ഥിതിയിലാണ്. ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ലോൺ എടുത്തും വീടും താലിയും പണയം വെച്ചും ബസ് ഇറക്കിയ ഉടമകളും ഈ മേഖലയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും ഇന്ന് പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പു നൽകുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചതോടെയാണ് സ്വകാര്യ ബസ്സുകളുടെ താളം തെറ്റാൻ തുടങ്ങിയത്. സ്ത്രീ യാത്രക്കാരുടെ ഒഴുക്ക് KSRTCയിലേക്ക് കുതിച്ചുയരുകയാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ ബസ്സുകളിലെ പ്രധാന യാത്രക്കാരായിരുന്ന സ്ത്രീകൾ പൂർണ്ണമായും ഇപ്പോൾ KSRTCയുടെ പ്രിയദർശിനി സൗജന്യ ബസ്സുകളെ ആശ്രയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. സ്വകാര്യ ബസ്സുകളിൽ ഇതോടെ കളക്ഷൻ പകുതിയിലും താഴെയെത്തി. കളക്ഷൻ ഇല്ലാതായതോടെ ദിനം പ്രതിയുള്ള ഡീസൽ ചെലവിന് പോലും തുക കണ്ടെത്താൻ കഴിയാത്ത ബസ് ജീവനക്കാരും ഉടമകളും ഇപ്പോൾ നെട്ടോട്ടത്തിലാണ്. സ്വകാര്യ ബസ് വ്യവസായം ഇത്രയും വലിയൊരു തകർച്ച നേരിട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആശ്വാസകരമായ ഒരു പദ്ധതിയും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. സംസ്ഥാനത്തൊട്ടാകെ 100 കണക്കിന് ബസ്സുകളാണ് ദിനംപ്രതി സർവീസ് നിർത്തിവെച്ച് കട്ടപ്പുറത്ത് കയറുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബസ്സുകൾ സർവീസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയുമാണ്. ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വലിയ തുകയൊക്കെ വായ്പ എടുത്താണ് പലരും ബസ്സുകൾ നിരത്തിലിറക്കിയത്. വീടും വസ്തുവും സ്വകാര്യ സമ്പാദ്യങ്ങളും പണയം വെച്ച് ഈ വ്യവസായത്തിൽ നിക്ഷേപം നടത്തിയവർ ഇന്ന് ജപ്തി ഭീഷണിയിലുമാണ്. ഇതൊരു കേവല ബസ് ഉടമകളുടെ മാത്രം പ്രശ്നമല്ല. ബസ് ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, ക്ലീനർമാർ, ബസ് സ്റ്റാൻഡുകളിലെ മറ്റ് അനുബന്ധ തൊഴിലാളികൾ തുടങ്ങി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉപജീവന മാർഗമാണ് ഇതോടെ ഇല്ലാതാകുന്നത്. വലിയൊരു തുക ടാക്സായും പെർമിറ്റ് ഫീസായും സർക്കാരിലേക്ക് അടയ്ക്കുന്ന ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടായില്ല എങ്കിൽ കേരളത്തിലെ സ്വകാര്യ ബസ് ഗതാഗതം ആകെ തകിടം മറിയും. സൗജന്യ യാത്രാ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വന്ന സ്വകാര്യ മേഖലയ്ക്ക് യാതൊരുവിധ നികുതി ഇളവുകളോ അല്ലെങ്കിൽ സാമ്പത്തിക പാക്കേജുകളോ പ്രഖ്യാപിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന ശക്തമായ അമർഷമാണ് ഈ രംഗത്തുള്ളവർക്കുള്ളത്.